പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ചുമ്മാ ഒന്ന് ഇറങ്ങി. ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത് എനിക്ക് ജലദോഷമാണ്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ച്. എങ്ങോട്ടാണ് പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും രാവിലെ ഞങ്ങൾ ഇറങ്ങി. ഇപ്പൊ സമയം ഒരു 12, രാവിലെ അല്ല കേട്ടോ, ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങിയത്. 12 കാലമായി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാപ്പി കുടിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാവിലത്തെ കാപ്പി കിട്ടാൻ ഇനി പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പെറോട്ട ഓർഡർ ചെയ്ത് ഞാൻ വലിയ ഞണ്ടായിരിക്കും. സോറി, കൊഞ്ച്. ഒഴുക്ക് വരട്ടിയ വെണ്ടയ്ക്ക് ഒഴുക്ക്, അച്ചാറ്, കിച്ചടി, കിഴങ്ങറിയല്ലേ മാമ? ഒത്തുകൂര കുറച്ചുകൂടെ തീയല വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ. ചോറ് മതി. സാമ്പാറും പരിപ്പും വേണം. പപ്പടം 2 പപ്പടം തരുമോ? ചോറപ്പോഴത്തേക്ക് തീർന്നു. കുറച്ച് പരിപ്പ്. ഇനി കുറച്ച് സാമ്പാർ ഒഴിച്ചു. അടിപൊളി. ഓക്കെ, നിനക്ക് വേണ്ടേ? അപ്പം ഞാൻ കഴിച്ചു നോക്കാം. അടിപൊളിയാണെന്ന് തോന്നുന്നു. ഓ, ഭയങ്കര ചൂട് കേട്ടോ. അടിപൊളി. കഴിച്ചിട്ട് കാണാം. അടിപൊളി. അങ്ങനെ നമ്മൾ ഊണ് കഴിച്ചു. ഊണ് നല്ല അടിപൊളി രുചിയായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്നത് പോലെ നല്ല നാടൻ സ്റ്റൈലിൽ തയ്യാറാക്കിയ കറികളും ഒക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. എടുത്തു പറയേണ്ടത് തീയൽ, ശീമച്ചക്ക വെച്ചിട്ട് തയ്യാറാക്കിയൊരു തീയലുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നല്ലൊരു ഊണ് കഴിച്ചു. നമ്മുടെ വിശപ്പം മാറി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ആഹാരം കഴിച്ചതിന് ശേഷം കുറച്ച് വെളിവ് വന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ തീരുമാനിച്ചു, ചുമ്മാ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് പൊന്മുടി അല്ലെങ്കിൽ ബോണക്കാട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യം ബോണക്കാട് പോവാണ്. അപ്പം ആ വഴിയിൽ കാണുന്ന പൈനാപ്പിളിൻ്റെ കൃഷിയും പിന്നെ ഒരുപാട് മലയോരങ്ങളും പിന്നെ റബ്ബർ തോട്ടങ്ങളും ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ബോണക്കാട് പോയിട്ട് ജസ്റ്റ് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നതേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് പൊന്മുടിയിലേക്ക് പോയി. ഒരാൾക്ക് എത്രയും ചോദിക്കാനോ? ഇടയ്ക്ക് നല്ലപോലെ മഴ കാരണം പൊന്മുടിയിലേക്ക് പോകുന്ന റോഡൊക്കെ ഭയങ്കരമായിട്ട് മോശമായി കിടക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കാരെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ലായിരുന്നു. ഇപ്പോൾ റീ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു വന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ ഹെയർ പിന്നൊക്കെ കയറിപ്പോയി വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെയാണ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതെല്ലാം ഇങ്ങനെ താഴെയാക്കി, ഹെയർ പിന്ന് കയറുന്നതിന് മുന്നേ ആക്കി. അപ്പോൾ റേറ്റ് ഒരാൾക്ക് 40 പിന്നെ 4 വീലറിന് എന്തായാലും, അതായത് കാറ്, അതിനെന്തായാലും 40 രൂപയാണ്. ബാക്കി റേറ്റ് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഏകദേശം ഒരു 18 ഹെയർ പിന്നോളം ഞങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ്, മാഗി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന കാണുമ്പോൾ, മാത്രമല്ല ഒരുപാട് ആൾക്കാർ നിന്ന് ചായ കുടിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ടെൻഡൻസി തോന്നും കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളും ഒരു ചായക്കടയിൽ നിർത്തി. അപ്പോൾ അവിടെ മുതൽ കംപ്ലീറ്റ് ഇങ്ങനെ തേയില നട്ടിട്ടുണ്ട്, തേയില എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഇവിടെ ഈ കടയിലാണ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയത്. കയ്യിലെടുക്കാം, കുഴപ്പമില്ല, ചൂടില്ലല്ലേ. പഴംപൊരി കഴിക്കാൻ വിചാരിച്ചു. അന്നേ ചറികിടിച്ച് വീഴും. ഇവിടെ മുതൽ അങ്ങോട്ട് എല്ലാ കടകളിലും ഒരുപോലത്തെ ഐറ്റംസ് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് മാഗി, ഓംലെറ്റ്, ബ്രെഡ് ഓംലെറ്റ്, ചായ, കോഫി, പിന്നെ ചായയുടെ കൂടെയുള്ള കടികൾ, മാങ്ങ, പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, അങ്ങനെയുള്ള ചെറിയ 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 ഐറ്റംസൊക്കെ തന്നെയാണ് എല്ലാ കടകളിലും കൊടുക്കുന്നത്. അടുത്തടുത്ത് ഇങ്ങനെ കടകൾ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് മൂന്നാറൊക്കെ ഓർമ്മ വരും. ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് തോന്നും. അതുപോലെ ഹെയർ പിൻസ് എല്ലാം കയറി ടോപ്പിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും താഴോട്ടുള്ള വൈഡായിട്ടുള്ളൊരു വ്യൂ, അത് അടിപൊളിയാണ്. നല്ല രസമാണ് അത് കാണാനായിട്ടൊക്കെ. ഈ പ്രകൃതി രമണീയം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു പച്ചപ്പൊക്കെ നല്ല വൈഡായിട്ട് കാണാൻ നല്ല രസമാണ്.
അതുപോലെ നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് ഒരു 3 മണി വൈകിട്ട് ആ ഒരു ടൈമിലാണ്. നല്ലപോലെ ചൂടുണ്ടെങ്കിലും ആ സമയത്തുള്ള ഒരു തണുപ്പ്, ഈ ഒരു ഹിൽ സ്റ്റേഷനിലുള്ള ഒരു തണുപ്പ് കാരണം ആ ചൂടിൻ്റെ അല്ലെങ്കിൽ ആ വെയിലിൻ്റെ ആ ഒരു കാഠിന്യം നമുക്കങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. 22 ഹെയർ പിൻസ് കവർ ചെയ്താണ് നമ്മൾ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തുന്നത്. ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പൊന്മുടി എന്ന് പറയുന്നത്. ഇടയ്ക്ക് കുറച്ച് നാൾ പൊന്മുടിയിലേക്ക് ആൾക്കാരെ കടത്തിവിടാത്തത് കൊണ്ട് റീ ഓപ്പൺ ചെയ്ത സമയമായപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ തിരക്കും കൂടെ ഉണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിലെത്തി. ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ വന്ന സമയത്തൊരു തണുപ്പുണ്ടായിരുന്നു, പക്ഷേ അധികം സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഏകദേശം ഒരു 5-5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, അതായത് വൈകിട്ടാവും തോറും പെട്ടെന്ന് കൊണ്ടൊന്ന് തണുപ്പ് കൂടുകയും ചെയ്ത് നല്ല പോലെ കാറ്റ് വീശുകയും ചെയ്ത്. അപ്പോൾ അത് മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാം. കറക്റ്റ് 6 മണി വരെ നമുക്ക് അവിടെ നിൽക്കാനുള്ള പെർമിഷനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും അവിടെ നിന്ന് പോകണം. പിന്നെ നല്ല കാറ്റും ഭയങ്കര തണുപ്പും കോടയൊക്കെ കൊണ്ട് നിറയാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഈ ഹെയർ പിൻ തിരിച്ചിറങ്ങി പോകാനായിട്ട് റോഡൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തായാലും 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.